കേരളത്തെ മുക്കി ഒറ്റ ദിവസത്തെ ദുരിതപ്പെയ്ത്ത് 3 കുട്ടികളടക്കം 7 മരണം. കോട്ടയം പൂഞ്ഞാറിൽ ഉരുൾപൊട്ടി അമ്മയും മകനും മരിച്ചു. മലപ്പുറം കൊണ്ടോട്ടിയിൽ ഒഴുക്കിൽപ്പെട്ട 4 വയസ്സുകാരനും വണ്ടൂരിൽ തോട്ടിൽ വീണ 3 വയസ്സുകാരനും മരിച്ചു. തിരുവനന്തപുരം, കൊല്ലം ഒഴികെ 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഒറ്റ രാത്രിയിലെ പെയ്ത്തിൽ വെള്ളത്തിലായി പ്രധാന ടൗണുകൾ, പുഴകളെല്ലാം കരകവിഞ്ഞു. ഈ സങ്കടക്കഥകൾ കേട്ടാണ് ഇന്നലെ കേരളം ഉറക്കമുണർന്നത്. എവിടെ നിന്നും, കേരളത്തിൻ്റെ ഏത് ജില്ലകളിൽ നിന്നും ഈ സങ്കട വാർത്തകൾ മാത്രം. എവിടെ നോക്കിയാലും നിറഞ്ഞു നിൽക്കുന്ന വെള്ളം, മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കേരളീയരുടെ ഓർമ്മകൾ 2018 ഭയാനകമായ സിറ്റുവേഷനിലേക്ക് തിരിച്ചുപോയി. 2018 അനുഭവത്തേക്കാൾ ഭീകരമായ അവസ്ഥ പലയിടങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അന്ന് പോലും വെള്ളം കയറാത്ത സ്ഥലത്ത് ഇത്തവണ വെള്ളം കയറിയെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരുവിധം ആൾക്കാരെല്ലാം ഭയചകിതരായി കഴിഞ്ഞു. തോരാത്ത മഴ, ചന്നം ഭിന്നം പെയ്യുന്ന മഴയിൽ ഇതുവരേക്കും തങ്ങളുടെ വീട്ടിനകത്തേക്കോ വീട്ടുമുറ്റത്തേക്കോ കയറി വരാത്ത വെള്ളം ഇനി എപ്പോൾ വേണമെങ്കിലും കയറി വരാമല്ലോ എന്ന ആശങ്കയിൽ ഇന്നലെ പകൽ മുഴുവൻ ഈ ദുരന്ത കാഴ്ചകളും കണ്ട് മലയാളി അങ്ങനെ ഇരിക്കെ വൈകുന്നേരത്തോടുകൂടി സോഷ്യൽ മീഡിയയിൽ മറ്റൊരു വാർത്തയും കാഴ്ചയും കണ്ട് മലയാളികൾ ഞെട്ടി എന്നാണ് ചിലരൊക്കെ പറയുന്നത്. ആ കാഴ്ച എന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ. സത്യത്തിൽ ഈ കാണുന്ന ദൃശ്യങ്ങൾ എനിക്കാദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാനങ്ങനെ നേരിട്ട് തന്നെ വിളിച്ച് പൊന്നാനിയിലൊക്കെ വിളിച്ച് ക്രോസ് ചെക്ക് ചെയ്തു. കാരണം ഇങ്ങനെ ഔചിത്യമില്ലാതെ നമ്മുടെ മുഖ്യമന്ത്രി പെരുമാറുമോ എന്നതിനെ ഓർത്ത് എനിക്ക് ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല. വിവിധ ജില്ലകൾ വെള്ളത്തിലാണ്ട് കിടക്കുകയാണ്. അവിടെയുള്ള മനുഷ്യർ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നു. വിദേശത്തൊക്കെയുള്ള ആളുകളുണ്ടല്ലോ, അവരുടെ രക്ഷകർത്താക്കളൊക്കെ ഈ വെള്ളത്തിൽ പെട്ടുപോയ ഈ പ്രദേശത്ത് ജീവിക്കുന്നവർ, അവരും ആശങ്കാകുലരാണ്. അങ്ങനെ ലോകമാകെയുള്ള മലയാളികൾ ആശങ്കയിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇങ്ങനെ സ്വകാര്യ വിരുന്നിൽ പങ്കെടുത്ത് വിരുന്നുണ്ണാൻ ഈ കാണിക്കുന്ന ഔചിത്യമില്ലായ്മ ഒരിക്കലും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല. മുൻ മാതൃകകൾ അങ്ങനെയല്ല. നല്ല ആത്മവിശ്വാസം പകരേണ്ട സമയമാണ്. ഭരണാധികാരികൾ, ഉദ്യോഗസ്ഥർക്കും ജനങ്ങൾക്കും എല്ലാം ഏകോപിപ്പിക്കേണ്ട സമയമാണ്. ആവശ്യം വന്നാൽ ഓടി ദുരന്തമുഖത്തേക്ക് പോകേണ്ട സമയമാണ്. ഈ ഒരു കാഴ്ച സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് എ റഹീം MP ആണെന്ന് തോന്നുന്നു. ഇടതുപക്ഷ MP ആണ്. തീർച്ചയായും നമ്മുടെ മുഖ്യമന്ത്രിയുടെ എതിർചേരിയിൽപ്പെട്ട അല്ലെങ്കിൽ രാഷ്ട്രീയ എതിർപക്ഷത്ത് നിൽക്കുന്ന ഒരു MP ആണ്. അപ്പോൾ രാഷ്ട്രീയ വൈരൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം ചെയ്തതായിരിക്കുമോ എന്നൊരു സംശയം നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നി. പക്ഷേ ഇന്ന് മുഖ്യധാരാ ചാനലുകളൊക്കെ തന്നെ ആ വിവരം കൺഫേം ചെയ്ത് ന്യൂസായി റിപ്പോർട്ട് ചെയ്യുന്നതായി നമ്മൾ കണ്ടു. അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ശരിയായ നടപടിയായിരുന്നു എന്നുള്ളത് നമ്മുടെ മലയാളികൾ വിലയിരുത്തട്ടെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്വയം വിലയിരുത്തട്ടെ എന്നല്ലാതെ ഈ കാര്യത്തിൽ നമുക്ക് നോ ഫർദർ കമൻറ്റ്സ്. എന്നാൽ 2018 ഏറെക്കുറെ ഇതേപോലെ തന്നെ കേരളം മുങ്ങി താണുകൊണ്ടിരിക്കുന്ന, ഇതിലും ഭയാനകമായിരുന്നു അന്ന് സിറ്റുവേഷൻ എന്നറിയാം. അതിലൊട്ടും കുറവല്ലാത്ത പ്രളയം പല സ്ഥലത്തും ഇന്നും കേരളത്തിൽ സംഭവിച്ചു എന്ന് അതിന് സാക്ഷികളായ മനുഷ്യർ പറയുന്നു. 2018 പോലും വെള്ളം കയറാത്ത പല സ്ഥലങ്ങളും ഇന്ന് വെള്ളം കയറിയ സ്ഥിതിയുണ്ടായി എന്ന് പറയുന്നു. ഇത് പറയുന്ന സമയത്തും നമുക്ക് റാന്നിയിലും പാലായിലും ഒക്കെ വെള്ളം ഇനിയും ഇറങ്ങിയിട്ടില്ല. അതിന് കുട്ടനാടിൻ്റെ പ്രദേശങ്ങളിലേക്ക് നാളേക്കോ മറ്റന്നാളത്തേക്കോ എത്തിച്ചേരുന്ന ഒരു വലിയ ഭീകരാവസ്ഥയും കൂടെ നിലനിൽക്കും. മഴ തുടർന്നും പെയ്യുകയാണെങ്കിൽ അതിഭയാനകവുമാവും. 2018 ഭയാനകമായ സിറ്റുവേഷൻ കേരളത്തിൽ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഒരു സിറ്റുവേഷൻ നിലനിൽക്കേ നമ്മുടെ കേരളത്തിൻ്റെ ഭരണത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ഒരാൾ ഇത്തരം ഒരു വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്തത് ശരിയായോ എന്നൊരു വിമർശനമാണ് നമ്മുടെ റഹീം ഉയർത്തി കാണിക്കുന്നത്. എന്നാൽ 2018 അന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അന്ന് ഇതിൻ്റെ നമ്മുടെ കേരളത്തിൻ്റെ ഭരണസാരഥ്യം വഹിച്ച മുഖ്യമന്ത്രി ഒരു കാവലാളായി കേരളത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്ന ചില ഭാഗങ്ങളും കൂടെ നമ്മൾ പ്രേക്ഷകർക്ക് കാണിക്കണമല്ലോ.
ഒരുപക്ഷെ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷം ഉയർത്തിയൊരു മുദ്രാവാക്യമുണ്ടായിരുന്നു, ഇടതുപക്ഷമല്ലാതെ മറ്റാരുണ്ട്. ആ മുദ്രാവാക്യം അവർക്ക് തിരിച്ചടിയായിട്ടുണ്ടെന്നാണ് അവരുടെ പോലും ഒരു അനുമാനമെങ്കിലും ഒരുപക്ഷെ ആ ചോദ്യത്തിന് ഈ ഒരു പ്രളയം ഉത്തരം നൽകുന്നുണ്ടോ എന്നുകൂടെ നമ്മൾ ചിന്തിക്കണമോ എന്നിപ്പോൾ ഒരു സംശയം ഉദിച്ചിരിക്കുന്നു എന്ന് ചിലർക്കെങ്കിലും തോന്നിയാൽ അത് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും അന്നത്തെ മുഖ്യമന്ത്രി എന്തായിരുന്നു ഇങ്ങനെ പ്രളയമുണ്ടായപ്പോൾ ചെയ്തത് എന്നും കൂടെ നമുക്ക് കാണാം. പ്രളയ സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഓഫീസിലിരുന്ന് ഈ പ്രളയത്തിൻ്റെ കാഴ്ചകൾ ഓരോന്നായി കണ്ട് വേണ്ടപ്പെട്ടവർക്ക് നിർദ്ദേശം കൊടുക്കുന്ന ചില രംഗങ്ങളാണ് ഇത് അന്നത്തെ മീഡിയകളിൽ വന്നതാണ് കേട്ടോ. അന്ന് എന്തായിരുന്നു മുഖ്യമന്ത്രി പല പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ അന്നത്തെ പരിപാടികളും റദ്ദ് ചെയ്തുകൊണ്ട് തിരുവനന്തപുരത്ത് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഓഫീസിലിരുന്ന് ഇവരുടെ കൂടെ ഇരുന്ന് ഫുൾ ടൈം എന്താണ് ചെയ്യേണ്ടത്, ഏതാണ് ചെയ്യേണ്ടത് എന്നുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കേട്ടോ. രാവിലെ നേരത്തെ തന്നെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം ആരംഭിക്കണമെന്നും 10 മണിയാകാൻ കാത്തിരിക്കരുത് എന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. മധു, രാവിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്ന അവലോകന യോഗത്തിലാണ് മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരോട് വളരെ ശാസന രൂപത്തിൽ സംസാരിച്ചത്. രക്ഷാപ്രവർത്തനത്തിലെ ചില പാളിച്ചകൾ മുഖ്യമന്ത്രി നേരിട്ട് ചൂണ്ടിക്കാണിച്ചു. കാരണം രാവിലെ തന്നെ ഹെലികോപ്റ്റർ വഴിയുള്ള രക്ഷാപ്രവർത്തനം നടക്കേണ്ടതാണ്. എന്നാൽ സംസ്ഥാനത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന, അതിനെ നിയന്ത്രിക്കുന്ന റിലീഫ് കമ്മീഷണർ PH കുര്യനെ മുഖ്യമന്ത്രി ശകാരിച്ചത്. കാരണം 10 മണിയാവാൻ കാത്തു നിൽക്കരുത്, ആകാശമാർഗവും ബോട്ട് മാർഗവും ഒക്കെ രക്ഷാപ്രവർത്തനം ആദ്യകാലത്ത് തന്നെ ആരംഭിക്കണം. കാരണം അത്തരത്തിലുള്ള ഒരു വീഴ്ച ഉണ്ടായിക്കൂടാ. 2018 പ്രളയമുണ്ടായ സമയത്ത് എങ്ങനെയാണ് ഭരണാധികാരി ഇടപെടുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ചിത്രങ്ങൾ അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരും പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിലായിരിക്കണം ഒരു ഭരണാധികാരി ഇടപെടേണ്ടത് എന്നത് കാണിക്കാനായിരിക്കും അവർ ഈ 2018 ഈ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടാകുക. എന്നാൽ മറുവശത്തിട്ട് ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നതും കൂടെ ജനങ്ങൾ അറിയാൻ വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ അവർ ഇതും കൂടെ പങ്കുവെക്കുന്നത്. ആ കാഴ്ച എന്താണെന്നും ഈ രണ്ട് കാഴ്ചകൾ തമ്മിലുള്ള അന്തരം എന്താണെന്നും വിവേചനാധികാരം വെച്ച് നമ്മുടെ മലയാളികൾ വിലയിരുത്തട്ടെ എന്നല്ലാതെ നമുക്ക് ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഓരോരുത്തരും ഓരോരുത്തരുടെ ശൈലി ഉണ്ടായിരിക്കും. പക്ഷേ ആത്യന്തികമായി മലയാളി ഒരു ദുരിതത്തിലും വിഷമത്തിലും കഷ്ടതയിലും പെടുമ്പോൾ അവരോടൊപ്പം നിന്ന് അവരെ കരകയറ്റാനായിട്ട് ഒപ്പം നിൽക്കുക എന്നുള്ളത് ഒരു ഭരണാധികാരിയുടെ ചുമതലയാണെന്നുള്ള തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നും നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള സൽബുദ്ധി അവർക്ക് ഉണ്ടാകട്ടെ എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ആഗ്രഹിക്കുന്നു എന്നല്ലാതെ നമുക്കെന്താണ് ചെയ്യാൻ കഴിയുക? ഒരു കാര്യം പരമമായ സത്യമാണ്, ഒരാളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. ഒരാളുടെ ദുഃഖത്തിലും വിഷമത്തിലും അയാളൊരു സങ്കടത്തിലും അയാളൊരു ദുരിതത്തിലും കൂടെ നിന്ന് അയാളോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് വളരെ കാരുണ്യമായ കാര്യം. അതാണ് വേണ്ടത്. ഏതൊരു നല്ല മനുഷ്യനും അതാണ് ചെയ്യേണ്ടത് എന്ന് പറയായേ ഒഴിയ അത് ഭരണാധികാരിക്കും അപ്ലിക്കബിൾ ആണെന്ന് മാത്രം ഇവിടെ പറഞ്ഞുകൊള്ളട്ടെ. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു.